ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കഴിഞ്ഞ 5 ദിവസമായി കൊല്ലത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടന വേദിയിലുണ്ടായതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് 24 വേദികളിലായിട്ട് കൊല്ലത്തും ഉള്ളവരും കൊല്ലത്തേക്ക് വന്നവരും ചേർന്ന് ഇത് അവിസ്മരണീയമായ ഒരു ഉത്സവമാക്കി മാറ്റി. കൊല്ലത്തെക്കുറിച്ചുള്ള സ്നേഹോഷ്മളമായ ഓർമ്മകളുമായാണ് ഓരോരുത്തരും ഈ നഗരം വിടുന്നത്. ഈ കരുതലിനും സ്നേഹത്തിനും കൊല്ലത്തോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു. മഹാസമ്മേളനം ആരംഭിക്കുകയാണ്. 40 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ കൊല്ലത്ത് കാർത്തിക ഹോട്ടലിൽ അദ്ദേഹം താമസിച്ച് ബലൂൺ എന്ന ചിത്രത്തിൽ ഡോക്ടർ B.A. രാധാകൃഷ്ണന്റെ തിയേറ്റർ കാരണം രാവിലെ ഹോട്ടലിൽ നിന്ന് എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് പുത്തൂർന്ന സ്ഥലത്തേക്ക് ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എൻ്റെ ഈ സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഇന്ത്യയുടെ മഹാനടനായിട്ട് വരുമ്പോൾ ഞാൻ MLA ആയിട്ട് വന്നിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അടുത്ത നിമിഷം നടക്കുന്നുണ്ടാകുമ്പോൾ നമുക്ക് അറിയില്ല. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിരുന്ന സമയം കുറച്ചേ ഉള്ളൂ. എങ്കിലും ഒരു കാര്യം ഒരുപാട് പേര് ആവശ്യപ്പെടുന്നതനുസരിച്ച് എന്തെങ്കിലും നമുക്ക് പറഞ്ഞതിലേക്ക് കിട്ടുന്ന കാര്യമില്ല. ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ ശ്രീനിവാസൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, കടലിൽ മമ്മൂട്ടിയെ നോക്കിയിരുന്ന ബോറടിക്കുന്നു. രണ്ടുപേരും ഫുൾ ടൈം എനർജിയാണ്. കടലിലും എനർജിയാണ്, മമ്മൂക്കയിലും എനർജിയാണ്. നായകസ്ഥാപനത്തിന്റെ പക്കൽ അഭിനയിക്കാൻ വേണ്ടി ഞങ്ങൾ കാശ്മീർ പോയപ്പോൾ അവിടെ അദ്ദേഹം ഓഫീസറും ഞങ്ങൾ 9 കമാൻഡോസുമാണ്. ഞങ്ങളെ രാവിലെ പരേഡ് ചെയ്യിക്കുകയും എക്സസൈസ് ചെയ്യിക്കുകയും ശ്വാസിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം ഓഫീസറായിട്ട് നിന്നത്. അപ്പോൾ ആ വളവ് തിരിഞ്ഞ് ശരിക്കുള്ള ബ്രിഗേഡിയർ ഒരു ജീപ്പിൽ വന്നു. അദ്ദേഹം കുറേ നേരം നോക്കിയിരുന്ന് കണ്ടു. എന്നിട്ട് അകത്ത് പോയിട്ട് മമ്മൂക്ക ചെന്നപ്പോൾ അദ്ദേഹം ഞാൻ തൊട്ട് ബാക്കിൽ നിൽക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പക്ഷെ മമ്മൂട്ടി നിങ്ങൾ പരേഡ് ചെയ്യുന്ന ആളല്ല, എക്സസൈസ് ചെയ്യുന്ന ആളല്ല, എന്നാൽ ഞങ്ങളുടെ റെജിമെന്റിൽ എന്നിട്ട് വളരെ സാവകാശം ചെയ്യും പറഞ്ഞു, നിങ്ങളെപ്പോലെ സുമുഖനായ, നിങ്ങളെപ്പോലെ എനർജറ്റിക് ആയിട്ടുള്ള, നിങ്ങളെപ്പോലെ ശബ്ദഗാംഭീര്യമുള്ള ഒരു ഓഫീസറില്ല. മലയാളികളെയും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെയും അഭിമാനം കൊണ്ട നിമിഷങ്ങളായിരുന്നു. ഏറെ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും അദ്ദേഹത്തെ കൊല്ലത്തേക്ക് ക്ഷണിക്കുന്നു. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് നമുക്കൊരു പഴഞ്ചൊല്ലുണ്ട്. എന്നാൽ ചിലർക്ക് അത് ബാധകമല്ല. അങ്ങനെ ബാധകമല്ലാത്ത ഒരാളാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ. കാരണം വളരെ പിരിമുറുക്കത്തിൽ നിൽക്കുന്ന ഒരു മന്ത്രിയാണ് അദ്ദേഹം. രാജ്യത്ത് ഏറ്റവും പിരിമുറുക്കത്തിൽ നിൽക്കുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. പിരിമുറുക്കത്തിൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. എന്നാൽ ഒരിക്കൽ പോലും അത് മുഖത്ത് വരുത്തുകയും ഈ കുട്ടികളെ കാണുമ്പോൾ 5 ദിവസം കുട്ടികളോട്, രക്ഷകർത്താക്കളോട്, സംഘാടകരോട്, അധ്യാപകരോടെല്ലാം മറച്ചു വെച്ച് സന്തോഷത്തോടു കൂടി അവരെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച എന്നെ ശരിക്കും സന്തോഷപ്പെടുത്തി. കാരണം അത് നേതൃപാടവമാണ്. പല MLA-മാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ചൂടാകുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കൂടുതൽ സുന്ദരൻ എന്ന്. ശരിക്കും അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ നടനായി മാറിയേനെ. സന്തോഷമുണ്ടെന്ന് പറയാൻ കാരണം എൻ്റെ റോളായിരിക്കും അടിച്ചെടുക്കുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനെ ക്ഷണിച്ചുകൊള്ളും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.